നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മാപ്പ് സാക്ഷിയായിരിക്കുകയാണ് ചലച്ചിത്ര നടൻ ജയറാം. തികഞ്ഞ അയ്യപ്പ ഭക്തനാണ് ജയറാം. പക്ഷേ ശബരിമല സന്നിധാനത്ത് തിരുനടയിൽ കാര്യമായ പരിഗണന കിട്ടുന്നതിന് ജയറാം ഉണ്ടാക്കിയ കൂട്ടുകെട്ടുകളാണ് അദ്ദേഹത്തെ SITക്ക് മുന്നിൽ എത്തിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മാത്രമല്ല, മറ്റു ചില വിവാദ സ്വാമികളുമായും വളരെ അടുത്ത ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് ജയറാം. ഭക്തി പരിധി കടന്ന് പ്രകടനമായി മാറുമ്പോൾ സാക്ഷാൽ ഈശ്വരന് പോലും അത് അരോചകമായേക്കാം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ എത്തിയപ്പോൾ ജയറാമിന് ഒരു ആഗ്രഹം, മറ്റൊന്നുമല്ല, താളവാദ്യ കലകളോട് അതിയായ താല്പര്യമുള്ള ആളാണ് ജയറാം. പക്ഷേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും VIP ആഗ്രഹത്തിന് പുറത്തായാൽ എങ്ങനെയുണ്ടാകും? ആചാര അനുഷ്ഠാനങ്ങളിൽ കടുംപിടുത്തം പിടിക്കുന്നവർ വരെ സിനിമാ താരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ വണങ്ങി നിന്നാൽ എന്താണ് സംഭവിക്കുക? കാര്യത്തിലേക്ക് മടങ്ങി വരാം. സോപാനത്ത് ഇടയ്ക്ക കൊട്ടാനായിരുന്നു ജയറാമിന് മോഹമുണ്ടായത്. ആ ആഗ്രഹം വിവാദ സ്വാമിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അറിയിച്ചു. അവരുടെ ഇടപെടൽ ഉണ്ടായതോടെ തന്ത്രിയും ശാന്തിയും ദേവസ്വം ഉദ്യോഗസ്ഥരുമെല്ലാം ആ അതിമോഹത്തിന് കുടപിടിച്ചു. അങ്ങനെ ശബരിമല സോപാനത്ത് ജയറാമിന്റെ ഇടയ്ക്ക പ്രകടനം അരങ്ങേറി. ദേവസ്വം വിജിലൻസ് ഇതേക്കുറിച്ച് നൽകിയ റിപ്പോർട്ടിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കുറ്റകരമായ പങ്കിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോകുന്നതിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരിൽ പലരും ജയറാമിന് ഇടയ്ക്ക കൊട്ടാൻ അനുവാദം നൽകിയതിന്റെ പേരിൽ വിജിലൻസ് പ്രതിസ്ഥാനത്ത് നിർത്തിയവരാണ് എന്നുള്ളത് ഇതോടൊപ്പം ചേർത്ത് കാണണം. ഈ ഒരു കാലയളവിലാണ് ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണ കവചങ്ങളും ശ്രീകോവിലിന്റെ ഭാഗങ്ങളും ചെന്നൈയിലേക്ക് കടത്തപ്പെട്ടത്. ശബരിമലയിലെ പവിത്രമായി കരുതപ്പെടുന്ന ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ സ്വന്തം വീട്ടിൽ പൂജയ്ക്കായി എത്തിച്ചത് എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ജയറാം ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. സ്വർണ്ണ കള്ളക്കടത്തിൽ അദ്ദേഹത്തിന് പങ്കില്ലായിരിക്കാം. പക്ഷേ അതിരുകടന്ന ഭക്തിയിൽ അദ്ദേഹം അവഗണിച്ചതും അമിതമായി ആഗ്രഹിച്ചതും വഴി കളങ്കപ്പെടുത്തിയത് പവിത്രമായ ക്ഷേത്രസങ്കല്പത്തെ തന്നെയാണ്. വഴിവിട്ടുള്ള സ്വാധീനം ഉപയോഗിക്കുക വഴി അദ്ദേഹം കുറ്റവാളികളുടെ കെണിയിൽ കുടുങ്ങുക കൂടിയായിരുന്നു. മാപ്പ് സാക്ഷിയായി രക്ഷപ്പെട്ടെങ്കിലും ജയറാം ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ആ ചോദ്യങ്ങളിലേക്കാണ് പരന്ത് ശ്രദ്ധ ക്ഷണിക്കുന്നത്. വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ സമയം.